Hi my dear students, once again welcome back to probability. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റിയുടെ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡന്റ് ഇവന്റ്സും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറും ഒക്കെ പഠിച്ചു. ഇനി ഞാൻ ഒരു സാമ്പിൾ സ്പേസ് ഒരു റാൻഡം ഒരു എക്സ്പീരിമെന്റ് ഒന്ന് എടുക്കുകയാണ്. മീൻസ് ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഏതെങ്കിലും നടത്തുന്ന നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൈ റോൾ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു റാൻഡം ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. അത്തരത്തിലൊരു ഞാൻ ഒരു 2 കോയിൻ ഒന്ന് ടോസ് ചെയ്യാം. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഇവന്റ്സുകൾ ഏതൊക്കെയാണ്, ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഒന്ന് 2 ഹെഡ് വരാം അല്ലേ, പിന്നെ ഒന്ന് ഫസ്റ്റ് ഹെഡ് വരാം, സെക്കൻഡ് ടെയിൽ വരാം. ഇനി അതല്ല എങ്കിൽ ഫസ്റ്റ് ടെയിൽ, സെക്കൻഡ് ഹെഡ് വരാം. ഇനി അതല്ല എങ്കിൽ 2 ടെയിൽ വരാം. ഇത്രയും പോസിബിലിറ്റീസ് ആണല്ലോ ഉള്ളത്. ഇങ്ങനെ ഇതാണ് ഓൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന സാമ്പിൾ സ്പേസ്, മീൻസ് സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ്. ഓക്കെ, ഇനി ഞാൻ ഇതിന് വേറെ തരത്തിലൊന്ന് ഡിഫൈൻ ചെയ്യാം. ഞാനതിനെ ഒരു നമ്പർ ഉപയോഗിച്ചൊന്ന് റെപ്രസെന്റ് ചെയ്യാം. നോക്കാം. ഞാൻ ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഹെഡ്സ് നമ്പർ ഓഫ് ടെയിൽ ആയിക്കോട്ടെ, ഏതെടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴത്തെ ഒരു സൗകര്യാർത്ഥം ഞാൻ നമ്പർ ഓഫ് ടെയിൽ ടേൺഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആണ്. എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ടെയിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എക്സ് ക്യാൻ ടേക്ക് വാല്യൂ 0 വരാം അല്ലേ. എന്ന് വെച്ചാൽ ടെയിലുകളുടെ എണ്ണം ഒന്നുമില്ല, ഒരു ടെയിൽ പോലും ഇല്ല. ഒരു ടെയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് ടെയിൽ കിട്ടരുത്, രണ്ടാമത്തേലും ടെയിൽ വരില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഇവന്റ് മാത്രമേ വരാം. ഇനി വേണമെങ്കിൽ എനിക്ക് ഒരു ടെയിൽ വരാം. ഒരു ടെയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് വരാം, ഇതും വരാം അല്ലേ. പിന്നെ എനിക്ക് വരാവുന്ന 2 ടെയിൽ വരാം അല്ലേ. ഇനി ഇതിലപ്പുറത്തേക്ക് ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ? ഇല്ല. എക്സിന് 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്പർ ഓഫ് ടെയിൽ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ടെയിൽ മാക്സിമം വരാം. അപ്പം ഇതാണ്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാമ്പിൾ സ്പേസ് തന്നെ എനിക്ക് ഇവിടെയും കിട്ടില്ലേ. നോക്കിക്കേ, ഞാൻ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഓഫ് ടെയിൽസ് എന്ന് പറഞ്ഞാൽ 0 വരണം. എന്ന് പറഞ്ഞാൽ ഒരു ടെയിലും കിട്ടാൻ പാടില്ല. ഒരു ടെയിലും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 2 എന്ത് വരാം? ഫസ്റ്റ് ഹെഡ് വരണം, സെക്കൻഡ് ഹെഡ് വരണം. അപ്പൊ ഇത് കിട്ടി, ഈ ഇവന്റ് കിട്ടി. ഇനി രണ്ടാമത്തേതോ? അപ്പോൾ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ടെയിലാ, നമ്പർ ഓഫ് ടെയിൽ 1 നമ്പർ ഓഫ് ടെയിൽ 1 വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹെഡ് വരാം, രണ്ടാമത്തെ ടെയിൽ വരാം, അപ്പോൾ ഒരു ടെയിലായി. ഇനി അല്ല എങ്കിൽ തിരിച്ചു വരാം, ഫസ്റ്റ് ടെയിൽ വരാം, സെക്കൻഡ് ഹെഡ് വരാം, അപ്പോഴും ഒരു ടെയിലാണ്. അപ്പോൾ അപ്പോൾ ഈ 2 പോസിബിലിറ്റീസും ഈ എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇതും കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫുൾ സാമ്പിൾ സ്പേസിനെ നമുക്ക് വേണമെങ്കിൽ ഈ എക്സ് എന്നുള്ള ഈ ഒരു സെറ്റ് ഉപയോഗിച്ച്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ അല്ലേ. സോ അതൊരു വേരിയബിളാണ്. ആ വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. റാൻഡം വേരിയബിൾ. അപ്പോൾ ഒരു റാൻഡം എക്സ്പീരിമെന്റിന്റെ സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ സ്പേസിനെ നമ്മളൊരു റിയൽ നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ആ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന ആയതുകൊണ്ട് റാൻഡം എക്സ്പീരിമെന്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ റിയൽ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റാൻഡം വേരിയബിളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാത്തമാറ്റിക്കലി ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ എങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലേ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് ഡിഫൈൻഡ് ഫ്രം എവിടുന്ന? എസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് ഡിഫൈൻഡ് ഫ്രം എസ് സാമ്പിൾ സ്പേസ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് ഈ അതിന് ചില പ്രത്യേകതകളുണ്ട് അല്ലേ. എന്താ പ്രത്യേകതകൾ? ഈ
സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ് എന്ന് മാത്രമല്ല ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് ഇതിന്റെ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പേരാണ് റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പൊ റാൻഡം വേരിയബിൾ എന്നാണ് മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതിക്കോളൂ. ഹെഡിങ് റാൻഡം വേരിയബിൾ, എന്നിട്ട് എഴുതാം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ദി സാമ്പിൾ സ്പേസ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് അതിന് ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്യാം. ഇത്തരത്തിൽ എഴുതിക്കോളൂ. റാൻഡം വേരിയബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ്, ക്യാപിറ്റൽ എക്സ്. നമ്മൾ പറഞ്ഞു എക്സ് എന്താണ് അല്ലെ? എക്സ് നമ്മൾ റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന. സോ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. അപ്പോൾ അത് എന്നാന്ന് ഐഡിയ കിട്ടിയല്ലോ. യെസ്. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഡൊമൈൻ ഈസ് ഡൊമൈൻ ഓഫ് ദ റാൻഡം വേരിയബിൾ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ആ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എക്സ് ഡിഫൈൻഡ് ഫ്രം നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻഡ് ഫ്രം എവിടുന്ന? സാമ്പിൾ സ്പേസ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആയിരിക്കും. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം അത് ഒന്ന് എഴുതിക്കോളൂ. റൈറ്റ് ആസ് എ നോട്ട് ദ ഡൊമൈൻ ഓഫ് ദി നോട്ട് നമ്പർ 1. The domain of the random variable is the sample space. Domain of the random variable is the sample space. Domain നമ്മൾ d എന്നാണ്. d of x is equal to sample space. പിന്നെ codomain note number 2. codomain നമ്മൾ ഇങ്ങനെ എഴുതാം. codomain അല്ലെങ്കിൽ codomain തന്നെ എഴുതിക്കോളൂ. codomain is the set of all റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടതാണ് സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യണം. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എഴുതാം. നമുക്ക് വേണമെങ്കിൽ ടോസിംഗ് ഓഫ് 2 coins. ലെറ്റ് എസ് ഡിനോട്ട് ദി സാമ്പിൾ സ്പേസ് ഈസ് ദി സെറ്റ് ഓഫ് ടോസിംഗ് ഓഫ് 2 coins. ദെൻ അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞല്ലോ, എച്ച് പറഞ്ഞു, പിന്നെ എച്ച് ടി പറഞ്ഞു, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ടി എച്ച് വന്നു, പിന്നെ ടി ടി വരാം. ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ഔട്ട്കംസ് ഇതാണ്. അപ്പോൾ അതാണ് സാമ്പിൾ സ്പേസ്. ദെൻ ലെറ്റ് എക്സ് ഡിനോട്ട്, എക്സാമ്പിൾ ആണ്, ലെറ്റ് എക്സ് ഡിനോട്ട്, എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ലെറ്റ് എസ് ബി ദി probability of S be the sample space of tossing of 2 coins. S be the sample space of tossing of 2 coins, and X denote the number of tails turned out. Okay, then X is equal to നമ്മൾ പറഞ്ഞു X ന് 0 എടുക്കാം, പിന്നെ 1 വരാം, 2 വരാം അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ X എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പിൾ സ്പേസ് ആണ്. ഇതാണ് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിനകത്ത് നമുക്കിപ്പോൾ വരുന്നത് 0, 1, 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കണ്ടുപിടിക്കാം. അതായത് ഇതിന്റെ പ്രോബബിലിറ്റീസ് വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സിന് 0 കൊടുക്കുക, എന്ത് വരും? x equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ടെയിൽസ് എന്ന് പറഞ്ഞാൽ 0 വരും. എന്ന് വെച്ചാൽ ഫേവറബിൾ കേസ് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. 1 ഔട്ട് ഓഫ് 4 വരും. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x is equal to 1 കണ്ടുപിടിക്കാം. 1 എന്ന് പറയുമ്പോൾ 2 കേസ് വരും അല്ലെ. എക്സിന് 1 വരുന്ന ഈ 2 കേസും. അപ്പം നമുക്ക് വരുന്നത് 2 വരും. 2 ഔട്ട് ഓഫ് 4 വരും. ദെൻ പ്രോബബിലിറ്റി ഓഫ് x equal to 2 വരാം. 2 വരുമ്പോൾ എന്ത് വരും? ഒരു പോസിബിലിറ്റീസേ ഉള്ളൂ, ഈ ടി ടി എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സോ 1 ഔട്ട് ഓഫ് 4 വരും. കണ്ടോ? അപ്പൊ ഇവിടെ ഈ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും ഓരോ പ്രോബബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രോബബിലിറ്റി ഉണ്ട്. ഈ പ്രോബബിലിറ്റീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ എക്സ് അലോങ് വിത്ത് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ഈസ് കോൾഡ് the probability distribution of the random variable x. Probability distribution of the random variable. അപ്പോൾ അടുത്ത ഹെഡിങ് അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതിക്കോളൂ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ.
Probability distribution is the probability distribution heading എഴുതിയിട്ടുള്ള the random variable along with the corresponding probabilities is called the probability distribution of the random variable. The random variable along with the corresponding probabilities. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റാൻഡം വേരിയബിൾ എടുത്തു അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയും കണ്ടുപിടിച്ചു. അങ്ങനെ തരത്തിൽ ഇപ്പോൾ റാൻഡം വേരിയബിളും അതിന്റെ പ്രോബബിലിറ്റിയും കൂടെ കൂടി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഇത്. കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ആയിട്ടൊന്ന് എഴുതാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്കൊന്ന് നോക്കാം. പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടുത്തെ ഈ എക്സിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റി വാല്യൂസ് എല്ലാം നമുക്കൊരു പോസിറ്റീവ് നമ്പർ. പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്തായിരിക്കും, 0ക്കും 1നും ഇടയ്ക്ക് വരാൻ പറ്റുള്ളൂ അല്ലെ. കാരണം എന്താണ്, പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പറയുന്ന കാര്യം അതാണ്. പ്രോബബിലിറ്റീസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ അത് എപ്പോഴും എന്തായിരിക്കണം, ഒരിക്കലും അത് നെഗറ്റീവ് വരാൻ പാടില്ല. 0ക്കും 1നും ഇടയ്ക്ക് വരുള്ളൂ. അതെല്ലാം പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനകത്ത് വരുന്നതാണ്, പ്രോബബിലിറ്റി കണ്ടീഷനാണ്. അപ്പൊ അതെല്ലാം ഇവിടെയും ബാധകമാണ്. ഇപ്പൊ ഇവിടെ 1/4 അത് 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഇതും അതെ. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൊണ്ട് സമ്മം എടുത്ത് നോക്കി എന്ത് കിട്ടും നോക്കാം. ഈ പ്രോബബിലിറ്റി ഓഫ് x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2, ഇത്രയേ ഉള്ളൂ. ഇത് that's equal to 1/4 plus 1/2 plus 1/4 എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് കാല് വരെ മുക്കാലും കാലും ഒന്നാവും അല്ലെ. അല്ലെങ്കിൽ തന്നെ 4 എടുക്കുവാണെങ്കിൽ ഇത് കൂട്ടുമ്പോൾ 1, ഇത് 2 ആവും. 2 + 1 3 + 1 4, 4/4 that's equal to 1 എന്ന് വരും. അപ്പൊ ഇത് ഏത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അതിന്റെ സം ഓഫ് ദി PDFs, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിന്റെ സം ഓഫ് ദി PDFs എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ്, അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്ന് മാത്രമല്ല അതെപ്പോഴും 0ക്കും 1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി റാൻഡം വേരിയബിൾ അലോങ് വിത്ത് ദി പ്രോബബിലിറ്റീസ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അതിന് ചില പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രത്യേകതകളും കൂടെ കൂട്ടി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഇത്തരത്തിലൊന്ന് ഡിഫൈൻ ചെയ്യാം. The probability distribution of a random variable x is the system of numbers x such that x1 x2 x എടുക്കാവുന്ന വാല്യൂസ് ആണ് പറഞ്ഞത്. അതായത് നമ്മൾ ഓരോന്നും പറഞ്ഞില്ല. ഇപ്പൊ x = 0 1 2 അങ്ങനെ പറഞ്ഞാൽ അതിപ്പോ 1ഉം 2 കഴിഞ്ഞ് വീണ്ടും വരാൻ വേണമെങ്കിൽ അങ്ങനെ n വരെ വാല്യൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ x = x1 x2 x3 xn. അതിന്റെ പ്രോബബിലിറ്റീസ് ആണ് p of x. അതിനെ ഓരോന്നിനെ നമ്മൾ p ആയി എന്ന് വിളിച്ചാൽ p1 p2 നമ്മൾ p of x = 0 എന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ എഴുതിയില്ല p of x = 0. അതിന് പകരം p1 എന്ന് വിളിച്ചു, ഇതിന് പകരം p2 എന്ന് വിളിച്ചു, ഇതിന് പകരം p3 എന്ന് വിളിച്ചു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് p. അതാണ് അതിന്റെ പ്രത്യേകത. pi greater than 0, p യുടെ വാല്യൂസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ സിഗ്മ i = 1 to n pi എന്ന് പറഞ്ഞാൽ ഈ p1 + p2 + p3 ഇവിടുത്തെ കേസിൽ അത് എപ്പോഴും കൂട്ടിയാൽ 1 ആയിരിക്കും. Then the real numbers x1 x2 x3 xn എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ റാൻഡം വേരിയബിൾ values of the random variable x and then probabilities pi is the probability of the random variable x taking the values x1 that is the p of x is equal to xi എന്ന് പറയുന്നതിനെയാണ് നമ്മൾ pi എന്ന് വിളിക്കുന്നത്. അതായത് p of x is equal to 0 നെ p0 എന്ന് വിളിക്കും. p of x is equal to 1 നെ നമ്മൾ x1 നെ നമ്മൾ p1 എന്ന് വിളിക്കും. p of x is equal to x2 ആണെങ്കിൽ p2 എന്ന് വിളിക്കും. അങ്ങനെ പോകുന്നു. അതിന്റെ എല്ലാം കൂടെ അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ആ ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി ഒരു ഈ പ്രത്യേകതകൾ സാറ്റിസ്ഫൈ ആണ്. അതായത് പ്രോബബിലിറ്റീസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ സം ഓഫ് ദി പ്രോബബിലിറ്റീസ് എപ്പോഴും 1 ആയിരിക്കണം. ഈ രണ്ട് പ്രത്യേകതകളും ഉള്ള ഒരു ഫംഗ്ഷനെ, ഒരു റാൻഡം വേരിയബിൾ, അതാണല്ലോ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ല റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിഫൈൻഡ് ഫ്രം ദി സാമ്പിൾ സ്പേസ് ടു ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ PDFs എന്ന് വിളിക്കും. PDF എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ അതിന് റാൻഡം വേരിയബിൾ ഉണ്ടാകും,
അതോടൊപ്പം തന്നെ അതിന്റെ പ്രോബബിലിറ്റീസ് ഉണ്ടാവും. ആ പ്രോബബിലിറ്റീസിന്റെ പ്രത്യേകതകൾ ഇതാണ്. ഒന്ന്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ, അതിന്റെ എല്ലാം സം എടുത്താൽ നമുക്ക് 1 കിട്ടും. ഈ രണ്ട് പ്രോപ്പർട്ടീസും ഉള്ള ഒരു ഫംഗ്ഷനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഈ ഡെഫിനേഷൻ എഴുതിയിട്ടുള്ളൂ. ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ distribution of a random variable x is the system of numbers. അതായത് x ആണ്, വേരിയബിൾ ഉണ്ടാകണം, അതിന്റെ പ്രോബബിലിറ്റീസ് ഉണ്ടാകണം. അപ്പോൾ പ്രോബബിലിറ്റി എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, സം ഓഫ് ദി പ്രോബബിലിറ്റീസ് 1 ആയിരിക്കണം. ഈ പ്രത്യേകതകളുള്ള ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, PDFs എന്ന് വിളിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ PDFs. ഓക്കെ മക്കളെ, ഇനി ഈ റാൻഡം വേരിയബിളിന്റെ മറ്റു ചില പ്രത്യേകതകളും കൂടി നമുക്ക് പഠിക്കാം. അപ്പം റാൻഡം വേരിയബിൾ എന്നാന്ന് നമ്മൾ പറഞ്ഞു, ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതിന്റെ പ്രോബബിലിറ്റികൾ കൂട്ടി വരുവാണെങ്കിൽ ആ പ്രോബബിലിറ്റി പ്രത്യേകതകളും പറഞ്ഞു. അങ്ങനെയുള്ള ഫംഗ്ഷൻ PDFs എന്ന് വിളിക്കും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി ഒരു റാൻഡം വേരിയബിളിന്റെ മീൻ എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ. മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മീൻ എന്നാൽ ആവറേജ് എന്നുള്ള മീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് മീൻ എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെയും ഒരു റാൻഡം വേരിയബിളിന്റെ മീൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഉള്ള ഡെഫിനേഷൻ ആണ്. ഞാനൊരു ഡെഫിനേഷൻ ഒന്ന് പറയാം. ഇപ്പോ എക്സ് ബി എ റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ക്ലിയർ ആണല്ലോ. എക്സിന് എടുക്കാവുന്ന വാല്യൂസ് x1, x2, x3, എക്സെട്ര xn. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0, 1, 2 എന്ന് പറഞ്ഞ പോലെ 3 വാല്യൂസ് വിത്ത് പ്രോബബിലിറ്റീസ് P1, P2, P3, എക്സെട്ര Pn. ഇവിടെ n വാല്യൂസ് എടുക്കാവുന്നതുകൊണ്ട് അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ്. ദെൻ ദ മീൻ ഓഫ് എക്സ്. മീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ ഗ്രീക്ക് ആൽഫബറ്റ് ആയ മ്യൂ ഉപയോഗിച്ച് മ്യൂ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്നുള്ള അർത്ഥത്തിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ റാൻഡം വേരിയബിളിനെയും സിഗ്മ xi pi xi into pi എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ എക്സ്പെരിമെന്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2 ആണെന്ന് പറഞ്ഞു. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിന്റെ പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് P1. P1 എന്ന് പറഞ്ഞാൽ x is equal to 0 വരുന്നതിനാണല്ലോ നമ്മൾ P1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് P1 എന്ന് തന്നെ എഴുതാം. P1 is equal to നമ്മൾ നേരത്തെ എടുത്തപ്പോൾ നമുക്ക് 0, അതായത് 1/4 ആ കിട്ടിയേ. P2 എന്ന് പറഞ്ഞാൽ 1/2 ആയിരുന്നു, അതായത് 2 out of 4 ആയിരുന്നു. P3 എന്ന് പറഞ്ഞാൽ 1/4 തന്നെ കിട്ടി. അങ്ങനെ 3 വാല്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അതായത് 0 into x1 into P1 0 into 1/4 പ്ലസ് 2/4 അതിന്റെ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into അതിന്റെ പ്രോബബിലിറ്റി 2/4 പ്ലസ് അടുത്തത് 2 into അതിന്റെ പ്രോബബിലിറ്റി 1/4. ഈ കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ മീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് 4 ആണ്. 0 + 2 + 2 ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് മീൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത് 2/4 ദാറ്റ് ഈസ് 1/2 വരും. ഇത് 2 into 1/4 ആണ്, സോ 2/4 വരും. സോ ഇറ്റ് ഈസ് 4/4 ദാറ്റ്സ് ഈക്വൽ ടു 1. അതെപ്പോഴും 1 ആണ് നിർബന്ധമൊന്നുമല്ല, എന്ത് വാല്യൂ വേണമെങ്കിലും കിട്ടാം. അപ്പൊ ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ 1 കിട്ടിയതേ ഉള്ളൂ. സോ അത് എന്ത് കിട്ടുന്നോ അത്. അപ്പോൾ അതാണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് വിളിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓർ മീൻ, മ്യൂ. അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. let x be a random variable with possible values x1, x2, x3, etc. xn with the probabilities p1, p2, p3, etc. pn. Then mean of x ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എങ്ങനെ കൊണ്ട് എഴുതിക്കണം, mean of x or the expectation of x. expectation അങ്ങനെയും അതിനെ പറയാറുണ്ട്, expectation of the random variable x denoted by mu or e of x. expectation of x എന്ന അർത്ഥത്തിലാണ് capital E, capital X, e of x, and is given by mu is equal to expectation of x രണ്ടും സെയിം തന്നെ is equal to sigma xi pi. ഈ ഫോർമുല പഠിച്ചോണം. expectation of x എന്ന് പറഞ്ഞാൽ sigma xi pi. ഓക്കെ,
ഓക്കെ, ഇത് ഇതുണ്ട്, അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക്, അപ്പോൾ നമ്മൾ മ്യൂ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് x1 ഇൻറ്റു p1 പ്ലസ് x2 ഇൻറ്റു p2 അല്ലേ, പ്ലസ് x3 ഇൻറ്റു p3, ഓരോന്നിൻ്റെയും പ്രോബിലിറ്റീസ് എക്സെട്ര xn ഇൻറ്റു pn. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും സ്ക്വയർ ചെയ്യാം. x1 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി എന്നുവെച്ചാൽ p1, ദെൻ x2 സ്ക്വയർ ഇൻറ്റു p2 പ്ലസ് x3 സ്ക്വയർ ഇൻറ്റു അവിടെ ഈ വേരിയബിളിനെ നമ്മൾ സ്ക്വയർ ചെയ്യും p3 എക്സെട്ര xn സ്ക്വയർ ഇൻറ്റു pn. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 0 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി പ്ലസ് x = 1 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി, അങ്ങനെയുള്ളതിനാണ്. അതായത് റാൻഡം വേരിയബിളിനെ സ്ക്വയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഒന്ന് നോട്ടായിട്ട് എഴുതിക്കൊള്ളുക. നോട്ട് expectation of x is equal to x1 p1 plus x2 p2 plus x3 p3 plus etc plus xn pn, that is equal to sigma xi pi. Then expectation of x square is equal to x1 square into p1 x2 square into p2 etc plus xn square into pn, that is sigma xi square into pi. Okay, ഇനി ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാം. മീനും വേരിയൻസും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പഠിച്ചിരുന്നു. അപ്പോൾ ആ മീനും വേരിയൻസും നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മീനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്പെക്റ്റഡ് വാല്യൂ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതുപോലെ തന്നെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി വേരിയൻസ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ, അപ്പോൾ ഹെഡിങ് എന്ന് എഴുതിക്കോളൂ, variance of a random variable, variance of a random variable. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ സ്ക്വയർ എന്നാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിന് വേരിയൻസിനെ ഡിനോട്ട് ചെയ്തത് സിഗ്മ സ്ക്വയർ എന്നാണ്. അതിന് എക്സ് എന്നുള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ സിഗ്മ സ്ക്വയർ എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെയിം തന്നെ സിഗ്മ സ്ക്വയർ. അത് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഈ ഫോർമുല ഒന്ന് പഠിച്ചോളുക. അതായത് വേരിയൻസ് കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ കഴിഞ്ഞ വർഷം പഠിച്ചതായിരുന്നു. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോർമുല ആയിരുന്നു കഴിഞ്ഞ വർഷം പഠിച്ചത്. അതുപോലെ തന്നെ ഒരു ഫോർമുല ആണ് ഇത്. നോക്കേ, എക്സ്പെക്ടേഷൻ ഓഫ് ഇവിടെ സ്ക്വയർ വന്നു, സോ എക്സ് സ്ക്വയർ മൈനസ് ഇത് മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. അപ്പോൾ ഇതിന്റെ ഫോർമുല എഴുതിട്ടോണം. വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ, മീൻ പഠിച്ചു, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പഠിച്ചു. മീൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കറിയാം വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കും. ആൻഡ് അപ്പോൾ അതും കൂടെ എഴുതിക്കുള്ളൂ. റൈറ്റ് ആസ് എ നോട്ട് നമ്പർ 2 1 നമ്മൾ നേരത്തെ എഴുതിയായിരുന്നല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ അതിനെ നമ്മൾ എസ് ഡി എന്നാണ് വിളിക്കുന്നത് അല്ലേ. എസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്മ എന്ന് വിളിക്കും. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് ദി വേരിയൻസ് ഈസ് കോൾഡ് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ. അതായത് നമ്മൾ ഈ ഫോർമുല തന്നെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ദ ഫോർമുല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്, മീനും വേരിയൻസും. മീനും വേരിയൻസും അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാമല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുന്ന കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ് ഈ സാധനം. അപ്പോൾ നമ്മൾ പഠിച്ചത് 2-3 കാര്യങ്ങളാണ് ഇന്ന്. ഒന്ന്, റാൻഡം വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാമ്പിൾ സ്പേസിൽ നിന്നും നമ്മൾ ഒരു റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ
റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതൊരു വേരിയബിൾ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ വേരിയബിൾ എന്ന് വിളിക്കാനുള്ള കാരണം. പിന്നെ അതിന്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. ആ പ്രോബബിലിറ്റീസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പ്രോബബിലിറ്റീസ് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ സം ഓഫ് ദി പ്രോബബിലിറ്റീസ് 1 ആയിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ വിത്ത്, അതായത് പ്രോബബിലിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ, അത്തരം ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ PDFs ഓഫ് എ റാൻഡം വേരിയബിൾ, റാൻഡം വേരിയബിളിന്റെ കൂട്ടത്തിൽ അതിന്റെ PDFs കൂടെ കൂട്ടി വരുന്നതിനാണ്, വെച്ചാൽ പ്രോബബിലിറ്റി കൂടെ കൂട്ടി ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ PDFs എന്ന് വിളിക്കുന്നത്. ഇനി PDF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ റാൻഡം വേരിയബിളിന്റെ 2-3 വാല്യൂസ് കണ്ടുപിടിക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞത് അതിന്റെ മീൻ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എക്സ് ആയി പി ആയി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു ഓരോന്നിനെ സ്ക്വയർ ചെയ്യുക, അതിന്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. പിന്നെ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ്. സിമ്പിൾ ആണ്. നമുക്ക് ഈ പ്രോബ്ലംസും കൂടെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ള ഈ സെക്ഷനകത്ത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ 1-2 ചെറിയ ടെക്നിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലംസുമായി വീണ്ടും കാണാം. Till then, stay safe and have a nice day.